ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ മുമ്പ് 2 എപ്പിസോഡ് നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് നമ്മളെ ഫാസ്റ്റിങ്ങിൽ നോമ്പ് സമയത്ത് ചെയ്യുന്ന 2 വീഡിയോസ്, അതായത് 2 എപ്പിസോഡ്, അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും ആ വീഡിയോസ് രണ്ടും നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഡേയിൽ ചെയ്ത ഒരു പാർട്ട് 1 എന്ന് പറഞ്ഞാൽ പിന്നെ വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, 1 വീക്ക് ചെയ്യുക, ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുക. ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുക, എന്നാലേ ഇത് കാര്യമുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് വീഡിയോസും കൂടി ആഡ് ചെയ്തിട്ട് അതേ കൗണ്ടിങ്ങിലും അതേ സമയവും അതേ സംഗതികൾ ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോസ് പ്ലസ് സെക്കൻഡ് വീഡിയോസ് ചെയ്യുക. ദെൻ തേർഡ് ഫൈനലായിട്ട് നമ്മൾ നോമ്പ് കടന്നു പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ബോൾഡായിട്ട് ഒന്നും കൂടി ഹാർഡായിട്ട് നമ്മൾ ആ 2 എപ്പിസോഡ് പ്ലസ് ഈ എപ്പിസോഡിലുള്ള എക്സസൈസുകളും ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇന്ന് ചെയ്യുന്ന എപ്പിസോഡിലുള്ള എക്സസൈസ് മാത്രം ചെയ്തിട്ട് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും മനസ്സിലാക്കുക. ഓക്കെ, ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ 2 എപ്പിസോഡും കഴിഞ്ഞതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക. നമ്മൾ ലെഗ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക. ഓക്കെ, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഈ നീ ബെൻഡ് ആക്കുക, അതുപോലെ തന്നെ ഇത് സ്ട്രൈറ്റ് ചെയ്യുക. ഓക്കെ, ചെയ്തതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ലെഗ് സ്ട്രൈറ്റ് ചെയ്യുക. അതായത് കണ്ടില്ലേ, ലെഗ് സ്ട്രൈറ്റ് ചെയ്യുക, നേരെ ഇവിടെ കൊടുത്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റ് സമയം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 1 അടിക്കുക, നേരെ കാല് അവിടെ തന്നെ അതേ യഥാർത്ഥ സ്ഥാനത്തിൽ കൊടുന്ന് വെക്കുക. 2 അടിക്കുക. ഓക്കെ, 3 അടിക്കുക, 4 അടിക്കുക. 4 ടൈംസ് ചെയ്യുക, അതായത് 4 പ്രാവശ്യം ചെയ്യുക. മറ്റുള്ള എക്സസൈസ് പ്ലസ് 4. ഓക്കെ, നേരെ ലെഗ് മാറ്റി വെക്കുക, നേരെ ലെഫ്റ്റ് ലെഗ് വെക്കുക. ഓക്കെ, സെയിം സംഭവം 4 കൗണ്ടിങ് ചെയ്യുക. മാക്സിമം പൊക്കി കൊടുക്കുക. 2 അടിക്കുക, 3 അടിക്കുക, 4 അടിക്കുക. ഓക്കെ, ലെഗ് നേരെ സെയിം പൊസിഷനിൽ റൈറ്റ് ലെഗ് ബാക്കിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, നേരെ സ്ട്രൈറ്റ് ചെയ്തു. അതിനുശേഷം ഔട്ട് സൈഡ് അടിക്കുക. ഔട്ട് സൈഡ് നമ്മൾ കാല് മടക്കിയിട്ട് ചെയ്യരുത്. കുറഞ്ഞ പൊങ്ങണുള്ളൂ എങ്കിൽ പോലും സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ചെയ്യാം. 2 അടിക്കുക, 3 അടിക്കുക, 4 അടിക്കുക. ഓക്കെ, ആ 4 കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ലെഗ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. സെയിം ഔട്ട് സൈഡ് അടിക്കുക, പുറമേക്ക് അടിക്കുക. ഓക്കെ, 2, 3, 4. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം സെയിം നമ്മൾ ലെഗ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പുറത്തേക്കാണ് ചെയ്തത്, അതിൻ്റെ ഇന്നർ അടിക്കുക. അത് ഇവിടുന്ന് എടുക്കുക. ഇത് ഇവിടുന്നാണ് എടുത്തത്, ഇത് ഇവിടുന്ന് ലെഗ് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, 2 അടിക്കുക, 3 അടിക്കുക, 4 അടിക്കുക. സെയിം ലെഗ് മാറ്റിയിട്ട് വെക്കുക. ഇല്ലേ, ഇവിടേക്ക് ചെയ്തു ഫസ്റ്റിൽ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യാം. 1 അടിക്കുക, 2 അടിക്കുക, 3 അടിക്കുക, 4 അടിക്കുക. ഓക്കെ, അതിനുശേഷം നല്ല ശ്രദ്ധിക്കുക, നമ്മുടെ ബ്രീത്ത് അടിക്കുക. ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ബ്രീത്ത് അടിക്കുക. അതായത് നോസിലൂടെ വലിക്കുക, ഓക്സിജൻ നമ്മൾ കയറ്റി ഹോൾഡ് ചെയ്യുക, വായിലൂടെ ഔട്ട്. ഓക്കെ, അതൊരു 4 പ്രാവശ്യം ചെയ്യുക. 4 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുക. 1, 2, 3, 4. 4 അടിച്ചിട്ട് ഓപ്പോസിറ്റും 4 അടിക്കുക. ബെൻഡ് ചെയ്യുക. മുന്നേ എക്സസൈസിൽ ചെയ്ത പോലെ തന്നെ ബെൻഡ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഇടയിലും ചെയ്യണം. ആദ്യത്തെ എപ്പിസോഡ് അതിൻ്റെ രീതിയിൽ ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ പ്രൊട്ടക്ഷൻ സംഗതികളും അത് ചെയ്യണം. ഓക്കെ, അത് ചെയ്തതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക. നമ്മൾ കൈ വെക്കുക. കൈ വെച്ചതിന് ശേഷം ശരിക്ക് സിറ്റപ്പ് ചെയ്യുക. ശരിക്ക് പതിഞ്ഞിട്ടിരിക്കുക. 1 അടിക്കുക. ഓക്കെ, 2 ആയി, 3 ആയി, 4 ആയി. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെ നിൽക്കുക. അത് ഇവിടുന്ന് ഈ സൈഡിലോട്ട് കാണിക്കുക. ഇല്ലേ, ലെഗ് ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക, കൈ ഇവിടെ വെക്കുക. ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ നേരെ ഹെഡ് പൊങ്ങരുത്. ഹെഡ് പൊങ്ങാതെ നല്ല ശ്രദ്ധിക്കുക. ഹെഡ് പൊങ്ങാതെ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഓപ്പോസിറ്റിൽ പോവുക. ഉണ്ടല്ലേ, ഹെഡ് ഇങ്ങനെ നൂർന്ന് നിന്നിട്ട് പോകാതെ
ഹെഡിന് ഒരു വേരിയേഷൻ വരാതെ ഒരേ ലെങ്ത്തിൽ മൂവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ നീ എന്ത് ചെയ്യണം, നീ നിങ്ങൾ ഇതുപോലെ തന്നെ ബെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിങ്ങനെ വെക്കരുത്, ഇത് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. ഇതിൻ്റെ കണ്ടില്ല, ഇതിൻ്റെ ഫിംഗറും ഫ്രണ്ടിലേക്ക്, ഇതിൻ്റെ ഫ്രണ്ടിലേക്ക്. ഓക്കെ, വീണ്ടും ചെയ്യുക. ഓക്കെ ഓക്കെ ഇങ്ങനെ ചെയ്തു പോവുക. ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലോട്ടും അതുപോലെ തന്നെ വരിക. ഒരു 10 സ്റ്റെപ്പ് മുന്നിലോട്ടും അതേ 10 സ്റ്റെപ്പ് നമ്മൾ ബാക്കിലോട്ടും പോകുന്ന രീതിയിൽ നമ്മൾ ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തിയാൽ മതി. അതായത് ഫ്രണ്ടിലോട്ട് നമ്മളൊരു 10 സ്റ്റെപ്പ് പോവുകയാണെങ്കിൽ അതേപോലെ തന്നെ ബാക്കിലോട്ടും 10 സ്റ്റെപ്പ് വരിക. ഓക്കെ, വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് 1 2 3 4 5 6 അത് ജസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കിയിട്ട് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ കൈ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ല ശ്രദ്ധിക്കുക, ലെഗ് എന്ത് ചെയ്യുക, ടച്ച് ചെയ്യുക. ഓക്കെ, ലെഗ് ടച്ച് ചെയ്യുക. ഹാൻഡ് ഒരിക്കലും താഴോട്ട് വരരുത്. ഓക്കെ, ഹാൻഡ് നമ്മളെ ഷോൾഡർ ലെവലിൽ തന്നെ പൊക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ലെഗ് ഫ്രീ ആക്കി കൊടുക്കുക. ഓക്കെ, അതിങ്ങനെ കുറേശ്ശെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ കൈ എന്ത് ചെയ്യുക, കുറച്ച് പൊക്കി 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 കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ, കൈ ഒരിക്കലും താത്തി അടിക്കരുത്, ഇങ്ങനെ അടിക്കരുത്. അത് തീരെ തന്നെ പറ്റാത്ത ആളുകൾ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അല്ലാത്ത ആളുകളൊക്കെ ഒരു മീഡിയം ലെവലിൽ നമ്മളൊരു കറക്റ്റ് ലെവലിൽ കൊണ്ടുപോയിട്ട് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് 10 പ്രാവശ്യം നമ്മൾ റൈറ്റ് സൈഡിൽ കിട്ടണം, 10 പ്രാവശ്യം ലെഫ്റ്റ് സൈഡിലും കിട്ടണം. ആ രീതിയിൽ ചെയ്യണം. അതിപ്പോൾ ഒരു കൗണ്ടിങ് എന്ന് പറയുന്നത് ഇത് 1, അങ്ങനെ 10 ഇട്ടണം. ഓക്കെ, 2 നിർത്തി സാവധാനം ചെയ്താൽ മതി. ഓക്കെ, ഒരു സൈഡിലേക്ക് 10 കിട്ടുന്ന രീതിയിൽ ചെയ്യാം. അത് 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മൾ ലെഗ് വെച്ചതിന് ശേഷം സാധാരണ മുമ്പേ എക്സസൈസിൽ കറക്റ്റായിട്ട് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള ഈ റൊട്ടേഷൻ ഒരു 4 പ്രാവശ്യം ചെയ്യുക, ഓപ്പോസിറ്റ് ചെയ്യുക, ഇതുപോലെ തന്നെ ബെൻഡ് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ സെയിം ബ്രീത്തിങ് ചെയ്യുക, 4 കൗണ്ടിങ് ബ്രീത്തിങ് ചെയ്യുക. ബ്രീത്തിങ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിന് ശേഷം നമ്മൾ സാധാരണ ഒരു റിലാക്സിങ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കാല് ഒന്ന് കുടഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നടക്കുക, അതുപോലെ തന്നെ ഇങ്ങോട്ടും ചെയ്യുക. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ അടുത്തത് നോമ്പ് കഴിഞ്ഞിട്ടുള്ള എക്സസൈസുകളും സംഗതികളും ആയിരിക്കും. ഓക്കെ, വരും എപ്പിസോഡിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു സംഗതി, അതുപോലെ തന്നെ സ്റ്റിക്ക്, അതുപോലെ തന്നെ നെഞ്ചേക്ക്, അതുപോലെ തന്നെ സെൽഫ് ഡിഫെൻസ് ടെക്നിക്സുകൾ നിങ്ങൾക്ക് മൊബൈലിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇത്തരത്തിലുള്ള നല്ല നല്ല വിവരങ്ങൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കും. ഓക്കെ, വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡുകൾ നിങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.